മോളിവുഡിൽ മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യുവതാരങ്ങളിൽ ഒരാൾ. ആ എക്സൈറ്റിംഗ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ എത്തിയത്. ബോക്സ് ഓഫീസിൽ ടൊവിനോ തോമസ് എന്ന ഈ തലമുറയിലെ നായകൻ മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്. അജയന്റെ രണ്ടാം മോഷണം എന്ന ഓണചിത്രം സെപ്റ്റംബർ 12-ന് തിയേറ്ററിലെത്തിയ ചിത്രമാണ്. 30 കോടി ബജറ്റിൽ ബിഗ് ക്യാൻവാസിൽ എത്തിയ ചിത്രം ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ 50-ാം ചിത്രമാണ്. ചിത്രം തിയേറ്ററിൽ ഇറങ്ങി 18 ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ നേട്ടമാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതായാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 30 കോടി ബജറ്റിലെത്തിയ ചിത്രം എന്നത് പരിഗണിക്കുമ്പോൾ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്ത ചിത്രമായി മാറിയിരിക്കുകയാണ് ARM. അതേസമയം ടൊവിനോ തോമസിന്റെ രണ്ടാമത്തെ 100 കോടി നേട്ടവുമാണിത്. ടൊവിനോ നായകനായ 2018 എന്ന ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ 2ാം സ്ഥാനമാണ്. 175 കോടിക്ക് മുകളിൽ നേടിയ ചിത്രമാണ് അത്. എന്തായാലും ARMന് ശേഷം ജിതിൻ ലാൽ എന്ന സംവിധായകൻ ARMന്റെ യൂണിവേഴ്സ് തന്നെ തുറക്കാൻ പോവുകയാണ്. ARM എന്ന ചിത്രം അവസാനിക്കുന്നത് തന്നെ ഒരു പോർട്ടൽ തുറക്കുന്നതായിട്ടാണ്. അവിടെ നിന്നും പുതിയ ഗംഭീര സിനിമകളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏതാണ്ട് 9ഓളം സിനിമകളുടെ വരിവരിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവർ നടത്തി വെച്ചിരിക്കുന്നത് എന്നാണ് സംവിധാനം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു ARM സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുങ്ങുന്നുണ്ട്. ഇനി വരാനുള്ള 9ഓളം കഥകൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും വ്യത്യസ്ത സിനിമാ വിഭാഗങ്ങളിൽ പെടുന്ന ഈ കഥകളിൽ അജയന്റെ രണ്ടാം മോഷണത്തിലെ കഥാപാത്രങ്ങൾ പലരും വന്നുപോകുമെന്നും സംവിധായകൻ ജിതിൻ ലാൽ വെളിപ്പെടുത്തി. താനും രചയിതാവായ സുജിത് നമ്പ്യാരും ഈ 9 കഥകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയായ ജിതിൻ ലാൽ എന്ന സംവിധായകൻ ഈ ARM യൂണിവേഴ്സിലേക്ക് മോഹൻലാലിനെ കൂടി കൊണ്ടുവരുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ഇരിക്കുന്നത്.